ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഒരു വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു അപ്രതീക്ഷിത നീക്കത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുമ്പ് അജണ്ടയിലൊന്നും ഇല്ലാതിരുന്ന ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി എസ് ജയശങ്കറും തന്റെ സഹമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ്. കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് ഉച്ചകോടിക്കായിട്ട് എസ് ജയശങ്കർ ചൈനയിൽ എത്തിയിരുന്നു. 2020 ഇന്ത്യ ചൈന അതിർത്തിയിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രി അടക്കം ആരും തന്നെ ചൈന സന്ദർശിച്ചിരുന്നില്ല. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം ആണ് ഇപ്പോൾ ഒരു വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി തന്നെ ചൈന സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടന്നിരുന്നു. ഇതായിരുന്നു പ്രധാന അജണ്ടകൾ ഉണ്ടായിരുന്നത്. ഈ ഉച്ചകോടിക്ക് ഇടയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങൾ മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഷീ ജിൻപിങ്ങിനെ എസ് ജയശങ്കർ കാണുന്ന വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പരസ്പര വിശ്വാസത്തോടെ പോവുക. കഴിഞ്ഞ 9 മാസമായി അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പ്രശ്നങ്ങൾ താമസം കൂടാതെ തന്നെ പരിഹരിക്കും. ഒപ്പം തന്നെ എന്തു പ്രകോപനങ്ങൾ ഉണ്ടായാലും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് തർക്കങ്ങളിലേക്കോ സംഘർഷങ്ങളിലേക്കോ നീങ്ങരുതെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റിനോട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇന്ത്യ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ഇനിയും മുൻപോട്ട് പോകും എന്ന് തന്നെയാണ്. ഷീ ജിൻപിങ് ഇന്ത്യയുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യം, 2 രാജ്യങ്ങളും ഒരുമിച്ച് പോകേണ്ട സമയം ആണ് ഇത്. അത് ഇപ്പോൾ തന്നെ ഒന്നിച്ചും നിന്നില്ല എങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകും. കാരണം നമുക്കറിയാം, ലോകം എമ്പാടും ഈ താരിഫ് യുദ്ധവും ഒപ്പം തന്നെ വ്യാപാര തർക്കങ്ങളും അല്ലെങ്കിൽ വ്യാപാര യുദ്ധവും നടക്കുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും, ഏഷ്യയിലെ തന്നെ വമ്പൻ രാജ്യങ്ങളാണ്, ഇവ ഒന്നിച്ചു പോവുക, സമാധാനത്തിന്റെ പാതയിലൂടെ മുൻപോട്ട് പോവുക. കാരണം അതിർത്തികൾ ശാന്തമായി കഴിഞ്ഞാൽ പതിയെ വികസനത്തിന്റെയും ഒപ്പം തന്നെ സാമ്പത്തിക കുതിപ്പിന്റെയും നാളുകളായിരിക്കും എന്ന് ഇരു രാജ്യങ്ങൾക്കും നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ആകണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് തർക്കങ്ങളിലേക്കോ സംഘർഷങ്ങളിലേക്കോ പോകരുത്, പരസ്പരം വിശ്വാസത്തിലൂടെ വേണം മുൻപോട്ട് പോകാൻ എന്നൊരു എഗ്രിമെന്റ് എസ് ജയശങ്കറും വാങ്ങിയും, അതായത് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി പങ്കുവെച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏതായാലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കണ്ടു എന്നുള്ളത് തന്നെ ഒരു വലിയ വാർത്ത തന്നെയാണ്. കാരണം നേരത്തെ ഒന്നും ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നൊരു അറിവ് ഉണ്ടായിരുന്നില്ല, ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായൊരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നത് മാത്രമല്ല, ഇരു രാജ്യങ്ങളും കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കായിരിക്കും. ദലൈലാമ വിഷയത്തിൽ ചൈനയ്ക്ക് അല്പം നീരസമുണ്ടായിരുന്നു. അത് ഒരു വലിയ ചർച്ചയായി മാറും എന്നുള്ളതായിരുന്നു മാധ്യമ വാർത്തകളെല്ലാം. പക്ഷെ അത്തരത്തിലൊരു ചർച്ചയും നടന്നില്ല. പകരം ഇരു രാജ്യങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യകത ഇരു രാജ്യങ്ങൾക്കും ബോധ്യമാകുകയും സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ അവർ സമ്മതിക്കുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.